ദ്വാരകയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ ക്ഷേത്ര പരിസരത്തെ തെരുവുകൾ കാണുന്നതിന് വേണ്ടിയാണ് പോയത്. അവിടെ ഇരുവശങ്ങളിലും ധാരാളം കടകൾ, ആ കടകളിലൊക്കെ തന്നെ കമ്മലുകൾ, വളകൾ, മാലകൾ, ഇത് കൂടാതെ തികച്ചും വർണ്ണാഭമായ വസ്ത്രങ്ങളുടെ വലിയ ഒരു കച്ചവട മേഖല തന്നെ അവിടെയുണ്ട്. പല പ്രായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അതിൽ സാരികൾ, ഫ്രോക്കുകൾ, ഇതൊക്കെ തന്നെയുണ്ട്. ഇവയെല്ലാം തന്നെ വളരെ നിറം കൂടിയ വസ്ത്രങ്ങളായിട്ടാണ് ഉള്ളത്. ചില വസ്ത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചെട്ടികുളങ്ങരയിലെ തേരും കുതിരയും ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ അലുക്കുമൊക്കെ ഇട്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളും ഒക്കെ പിടിപ്പിച്ച ധാരാളം വസ്ത്രങ്ങൾ അവിടെ കണ്ടു. അതേപോലെ തന്നെ കമ്മലുകൾ, ചെരുപ്പുകൾ. അതേപോലെ തന്നെ ആ തെരുവിൽ പല മേഖലകളിലും ബദാം പരിപ്പ് പൊടിച്ചിട്ട പാലുകൾ തിളപ്പിച്ച് വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ ഗോമതി നദിയുടെ തീരത്ത് ധാരാളം ഒട്ടകങ്ങളെ യാത്രക്കാർക്ക്, സഞ്ചാരികൾക്ക് വേണ്ടി അവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടു. ഗോമതി നദിയുടെ അക്കരയ്ക്ക് ഈ ഒട്ടകങ്ങളുടെ പുറത്ത് കയറി ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അതേപോലെ തന്നെ അക്കരയ്ക്ക് പോകുന്നതിന് വേണ്ടി ബോട്ടുകൾ ധാരാളമായിട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗോമതിയുടെ അക്കരയിലേക്ക് പോകുന്നതിന് വേണ്ടി വലിയൊരു തൂക്കുപാലമുണ്ട്. പക്ഷേ എന്തോ അതിൻ്റെ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ തൂക്കുപാലങ്ങൾ ഇപ്പം അടച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ തെരുവിൽ കണ്ട മറ്റൊരു കാഴ്ച, ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിറം കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ നിറമുള്ള സാരികളും ധരിച്ചിട്ട് ഡാൻസ് കളിച്ചു കൊണ്ടുവരുന്ന പല രംഗങ്ങളും കണ്ടു. എന്തോ ഇവർ ഒരു വലിയ കൊട്ടയ്ക്കകത്ത് ഈ ആപ്പിള്, മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങൾ വെച്ചിട്ട് അത് തലയിൽ വെച്ച് ഒരാൾ നടുക്കൂടെ യാത്ര ചെയ്യുന്നുണ്ടാകും. അവരുടെ ചുറ്റും ഈ നിറം കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചവർ തൊട്ടപ്പുറത്തായിട്ട് മൈക്കിൽ കൂടെ വലിയ പാട്ടും സംഗീതവും ഒക്കെ തന്നെ ഉണ്ട്. അതിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് തെരുവിൽ കൂടി വരുന്ന കാഴ്ചകൾ. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ കാരണവരായിട്ടുള്ള ആൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ധാരാളം നോട്ടുകൾ, 10-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും, ഒരു പ്രദേശത്ത് 500-ൻ്റെ വരെ നോട്ടുകൾ മുകളിലേക്ക് ഇങ്ങനെ പറത്തി എറിയുന്ന രംഗങ്ങൾ കണ്ടു. ഈ നോട്ടുകളൊക്കെ തന്നെ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി ധാരാളം ഭിക്ഷക്കാരുടെ കൂട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് താഴെ വീഴുന്ന നോട്ടുകൾ പെറുക്കിയെടുക്കുന്ന രംഗങ്ങളും ഞങ്ങൾ കണ്ടു. ഇത് പല മേഖലകളിൽ നിന്ന് വന്ന് അവസാനം ഇത് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.